ഇന്ന് ഇൻസ്റ്റൻറ്റ് സദ്യ മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിനായിട്ട് 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ കടുമാങ്ങയ്ക്ക് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് 30 വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും കറിവേപ്പിലയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു ചോപ്പറിലേക്കിട്ട് ഒന്നുകൂടി ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും പൊടികളാണ് വേണ്ടത്. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കാം. അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. അച്ചാറിൻ്റെ ഫ്ലേവർ കിട്ടാൻ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചട്ടി പുകയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞ് 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടണം. കറിവേപ്പില കൂടി അതിലേക്ക് ചേർക്കണം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂക്കണം. ചെറുതായിട്ട് മൂത്താൽ മതി. ഒരു ചെറിയ കളർ ചേഞ്ച് വരണം അതിന്. ഇതേമാതിരി ആയി കിട്ടണം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം പൊടികൾ അതിലേക്ക് ചേർക്കണം. ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ഇടാം. പൊടികളുടെ റോ ടേസ്റ്റ് പോകാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും തരണം. കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ഇവിടെ ചേർക്കുന്നത്. പൊടികൾ വഴറ്റി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർക്കാം. ഇതൊരു ഇൻസ്റ്റൻറ്റ് കടുമാങ്ങ പിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. അരപ്പുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ചൂട് അല്പം കുറയുന്നത് വരെ ഒന്ന് കാത്തിരിക്കണം. അതിനുശേഷം 1 കപ്പ് തൈര് അതിലേക്ക് ഒഴിക്കണം. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഈ അച്ചാറിന് കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണമെങ്കിൽ 1/2 കപ്പ് തൈര് കൂടി ഒഴിക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് സെർവ് ചെയ്യാൻ കഴിയും. ഇത് ഉണ്ടാക്കുന്ന ദിവസം തന്നെ കഴിക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 ദിവസം കൂടി എടുക്കാം. ഇതൊരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്യണം. ഉപ്പ് കുറവാണെന്ന് കണ്ടാൽ കുറച്ചുകൂടി ഉപ്പ് അതിലേക്ക് ചേർക്കണം. സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു.